ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജനായ യുവാവിനെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി പിടികൂടിയതെന്തിനാണെന്നറിയുമോ? വിമാനത്തിൽ ബോംബ് സ്ഫോടനം നടത്തുവാൻ പദ്ധതിയിട്ടുവെന്ന വലിയ കുറ്റമാണ് ഈ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ചെയ്തത്. എന്നാൽ സംഭവങ്ങൾ വ്യക്തമായി തിരക്കിയപ്പോഴാണ് എല്ലാം ഈ വിരുദ്ധന്റെ തമാശയായിരുന്നുവെന്ന് തെളിയുന്നത്. ബാത്ത് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ ആദിത്യ വർമ്മയ്ക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2022 ജൂലൈയിൽ സുഹൃത്തുക്കളോടൊപ്പം മെനോർക്ക ദ്വീപിലേക്കുള്ള യാത്രാമധ്യേ സിജറ്റ് വിമാനത്തിൽ സ്ഫോടനം നടത്തുമെന്നാണ് സ്നാപ്ചാറ്റിലൂടെ ആദിത്യവർമ്മ വെളിപ്പെടുത്തിയത്. താൻ താലിബാൻ അംഗമാണെന്ന് ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ ആദിത്യവർമ്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ തമാശക്കാരന് താലിബാനുമായോ മറ്റേതെങ്കിലും ഭീകര സംഘടനകളുമായോ യാതൊരു ബന്ധവുമില്ല. എന്തിന്, ഒരു കൈത്തോക്ക് പോലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവുവാൻ വഴിയില്ല ഈ യുവാവ്, പിന്നെയല്ലേ ബോംബ്. ബാത്ത് യൂണിവേഴ്സിറ്റിയിലെ ഇക്കണോമിക്സ് വിദ്യാർത്ഥിയാണ് 18-കാരനായ ആദിത്യവർമ്മ. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ യുവാവ് ലേലുവല്ലു പറഞ്ഞ് ഒടുവിൽ കുറ്റസമ്മതം നടത്തുന്നത്. ചെയ്തത് തമാശയാണെന്നും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുവാൻ സൃഷ്ടിച്ച സന്ദേശമാണെന്നും ആദിത്യവർമ്മ വെളിപ്പെടുത്തി. ഒരിക്കലും പൊതുജന ദുരിതമുണ്ടാക്കുകയോ പൊതുജനങ്ങളെ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്ന് വിചാരണവേളയിൽ കോടതി ഇയാൾക്ക് താക്കീത് നൽകി. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ കനത്ത പിഴ ഒടുക്കേണ്ടി വരും ഈ വിദ്യാർത്ഥി. ആദിത്യവർമ്മയുടെ സന്ദേശം വന്നതിന് പിന്നാലെ UK സുരക്ഷാ സേന ഈ വിവരം സ്പാനിഷ് അധികൃതർക്കും കൈമാറിയിരുന്നു. പിന്നാലെ 2 സ്പാനിഷ് F-18 യുദ്ധവിമാനങ്ങൾ ജെറ്റ് വിമാനത്തെ പിന്തുടരുകയായിരുന്നു. മെനോർക്കയിൽ ഇറങ്ങുന്നതുവരെ സ്പാനിഷ് യുദ്ധവിമാനങ്ങൾ ജെറ്റിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഈ യുദ്ധവിമാനങ്ങൾ EC ജെറ്റിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നത് കണ്ടപ്പോൾ എന്താണ് തോന്നിയവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥിയോട് ചോദിച്ചപ്പോഴുള്ള അവന്റെ മറുപടി അതിലും തമാശയായിരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധം നടക്കുകയല്ലേ, അതിനാൽ ഇത് ആ സംഘട്ടനവുമായി ബന്ധപ്പെട്ട സൈനിക അഭ്യാസമാണെന്നാണ് ഞാൻ കരുതിയത് എന്നായിരുന്നു വർമ്മയുടെ ചിരി പടർത്തുന്ന അടുത്ത ഉത്തരം. കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുവാനുണ്ടാക്കിയ തമാശ സന്ദേശമാണിവെന്നും സ്കൂൾ കാലം മുതലേ ഇത്തരം തമാശകൾ ചെയ്യാറുണ്ടെന്നും ആളുകളെ ചിരിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണിവെന്നും ആദിത്യവർമ്മ കോടതിയിൽ പറഞ്ഞു. എന്നാൽ ബോംബ് വിവരം വന്നതോടെ വിമാനത്തിന്റെ പൈലറ്റ് ഉടൻ അപായ അറിയിപ്പ് നൽകിയിരുന്നു. അബദ്ധത്തിൽ അയച്ച ഒരു സിഗ്നൽ കാരണം യുദ്ധവിമാനങ്ങൾ സ്ക്രാംബ്ലിംഗ് ചെയ്യപ്പെട്ടിരുന്നു. ഇതിനുള്ള പിഴയും ഈ പ്രതിയിൽ നിന്നും ഈടാക്കും. എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ യാത്രാവിമാനത്തിന് ചുറ്റും സൈനിക വിമാനങ്ങളെ വേഗത്തിൽ അണിനിരത്തുന്ന പ്രവർത്തനമാണ് സ്ക്രാംബ്ലിംഗ് എന്നറിയപ്പെടുന്നത്. അത് ഉടനടിയുള്ള ഭീഷണിയോടുള്ള അതിവേഗത്തിലുള്ള ഒരു പ്രതികരണമാണ്. വർമ്മയ്ക്കെതിരെ തീവ്രവാദ ആരോപണങ്ങളോ ജയിൽ ശിക്ഷയോ ഇല്ലെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ 22,500 യൂറോ അല്ലെങ്കിൽ 19,300 പൗണ്ട് വരെ പിഴ ചുമത്താം. കൂടാതെ സ്ക്രാംബ്ലിംഗ് ചെയ്യപ്പെട്ടതിനാൽ സ്പാനിഷ് പ്രതിരോധ മന്ത്രാലയം ചെലവായി 95,000 യൂറോയും പിഴയായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്.